A+2 സ്വാഗതം. നമ്മുടെ സർക്കാരിന് പല കാര്യത്തിലും ഇപ്പോൾ മാനസാന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരം വരുന്നതിന് വേണ്ടി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തായാലും ജനങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ സർക്കാരിന് ഉൾവിളി ഉണ്ടാവുകയും അതനുസരിച്ചിട്ടുള്ള ചില നടപടികൾ ഇപ്പോൾ നടന്നു വരികയുമാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷിൻ്റെ അടുത്ത ദിവസം വന്നിട്ടുള്ള ഒരു പ്രസ് മീറ്റിൻ്റെ ഭാഗമായുള്ള വിവരങ്ങൾ. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഒരു ഇളവ് പല കാര്യങ്ങളിലും വരുത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിൽ സർക്കാരിന് നയിച്ചത് പ്രധാനമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ട കാര്യങ്ങളിൽ ചിലത് തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള തിരിച്ചടികൾ ഈ കാര്യത്തിൽ സർക്കാരിന് പുനർചിന്തനം നടത്താൻ, ഇതുപോലുള്ള മറ്റ് കാര്യങ്ങളിലും പുനർചിന്തനം നടത്താൻ പ്രേരകമായി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ ഒരാഴ്ച മുമ്പ് വന്ന മറ്റൊരു റിപ്പോർട്ട് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ വന്നിട്ടുള്ള ഭേദഗതിയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഞാൻ പങ്കുവെക്കാം. അത് മറ്റൊന്നുമല്ല, ഒരു പ്രധാനപ്പെട്ട നമ്മുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടന ശ്രീ MP രാജേഷിനെതിരായിട്ട് വലിയൊരു ആക്ഷേപം പറഞ്ഞു. അത് പത്രവാർത്തകളിൽ വന്നതാണ്. മറ്റൊന്നുമല്ല, LDFൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ച ആൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷാണെന്നും അദ്ദേഹം വരുത്തിയ ചില നടപടികളാണ് ആളുകളെ ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുമാണ് ആ സംഘടന ആരോപിച്ചത്. ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ ആക്ഷേപം വ്യക്തിപരമായി കൂടി ശ്രീ MP രാജേഷിനെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഭരണകാലത്ത് വന്നിട്ടുള്ള ചില നടപടിക്രമങ്ങൾ ജനകീയ വിരുദ്ധമാണ് എന്നുള്ളൊരാക്ഷേപം നിലനിന്നിരുന്നു. അതിൽ ഈ വസ്തുനികുതി, വെട്ടിട നികുതിയുടെ വർധനവ്, ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒക്കെയും അതിന് അടിസ്ഥാനപ്പെടുത്തിയിരുന്നു. അതിൽ ഒന്നൊന്നായി ഗവൺമെൻറ് ഇപ്പോൾ പല നടപടികളിലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് സൂചനകൾ. ആ സൂചനകളിൽ ഏറ്റവും ഒടുവിലത്തതാണ് കെട്ടിട നിർമ്മാണ ചട്ടവുമായിട്ട് വന്നിട്ടുള്ള ഭേദഗതികൾ. ആ ഭേദഗതികൾ ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ മാത്രമേ ആ മാറ്റം വന്നിട്ടുള്ളൂ. ഓപ്പൺ സ്പേസിൻ്റെ കാര്യത്തിലൊന്നും മാറ്റം വന്നിട്ടില്ല. അത് ശരിക്കും എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പ്രധാനപ്പെട്ടതും 7 എണ്ണമാണ്. ആ 7 എണ്ണം ഞാൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവരിക്കുകയാണ്. അതിൻ്റെ സർക്കാർ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങുന്ന മുറയ്ക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്ന എപ്പിസോഡുകൾ ഉണ്ടാകും. ബിൽഡിംഗ് റൂൾസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്ന ചാനലാണ് ഇത്. ആ റൂൾസുമായി ബന്ധപ്പെട്ട അപ്ഡേഷനും ഈ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 40-ൽ പരം എപ്പിസോഡുകൾ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഈ ചാനലിലെ പ്ലേ ലിസ്റ്റിൽ പോകുക. ബിൽഡിംഗ് റൂൾസ് എന്നാണ് ആ പ്ലേ ലിസ്റ്റിൻ്റെ പേര്. അത് നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്ത് തന്നെ പ്ലേ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ പ്ലേ ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറാം. അതിനകത്ത് ബിൽഡിംഗ് റൂൾസിലേക്ക് പോയാൽ കെട്ടിട നിർമ്മാണ ചട്ടവുമായി ബന്ധപ്പെട്ട പ്രധാനമായും നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ദയവായി അത് കാണണം. കണ്ടതിന് ശേഷം മാത്രമേ സംശയങ്ങൾ പങ്കുവെക്കാനായിട്ടുള്ള ഒരു നീക്കം നടത്താവൂ. അപ്പോൾ നമുക്ക് നോക്കാം. 1, ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിലുള്ള ഭേദഗതി വരുന്നത് പ്രധാനമായും കാർ പാർക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ വ്യക്തമായും പറഞ്ഞിട്ടുണ്ട്, ഇത്ര വരെയുള്ള കെട്ടിടങ്ങൾക്ക്, അല്ലെങ്കിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്ക്, ഇത്ര ഫ്ലോർ വരെയുള്ള കെട്ടിടങ്ങൾക്ക് ഈ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതാത് പ്ലോട്ടിൽ തന്നെ കാർ പാർക്കിംഗ് വേണം എന്നുള്ള കാര്യത്തിലാണ് പ്രധാന ഇളവ് വരുന്നത്. തൊട്ടടുത്തു തന്നെ ഉടമയുടെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ തന്നെ നമുക്ക് കാർ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാം. കെട്ടിടം ഇരിക്കുന്ന പ്ലോട്ടിൽ തന്നെ വേണം എന്നുള്ള നിർബന്ധത്തിൽ ഭേദഗതി വരികയാണ്. അപ്പോൾ അതിന് സമീപമുള്ള കെട്ടിട ഉടമയുടെ പേരിലുള്ള പ്ലോട്ടിൽ തന്നെ നമുക്ക് കാർ പാർക്കിംഗ് ഉണ്ടാകാം. അതിനകത്ത് ചില കണ്ടീഷൻസ് ഉണ്ട്. അത് ഈ കെട്ടിടം നിൽക്കുന്ന പ്ലോട്ടിൽ നിന്നും 200 മീറ്ററിനുള്ളിലായിരിക്കണം
ഈ അഡീഷണലായിട്ട് നമ്മൾ കാർ പാർക്കിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലം, അതിൽ കൂടുതലാകാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. വേറൊന്ന്, ഈ വാഹനം പോകാനും വരാനുമുള്ള സൗകര്യം ഈ പ്ലോട്ടിൽ ഉണ്ടാവുകയും വേണം. അങ്ങനെയാണെങ്കിൽ സമീപമുള്ള പ്ലോട്ടിലും നമുക്ക് കാർ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യാം, അതിനനുസരിച്ച് പെർമിറ്റ് കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ പ്ലോട്ടിൽ മറ്റു ഒരു പ്രവർത്തനവും നടത്താനുള്ള അനുവാദം നൽകുകയുമില്ല, അവിടെ അത് നടത്താനും പാടില്ല എന്നുള്ളതാണ്. ഈ കാർ പാർക്കിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സമീപത്തുള്ള പ്ലോട്ടിൽ ആ സ്ഥലം മറ്റൊരാളിനും കൈമാറാനും അനുവദിക്കില്ല, വിൽക്കാനും പറ്റില്ല, അതുപോലെ ലീസ് അടിസ്ഥാനത്തിലോ മറ്റോ കൈമാറാനും പറ്റില്ല. അത് പൂർണ്ണമായും കാർ പാർക്കിങ്ങിൻ്റെ തന്നെ ഒഴിച്ചിടേണ്ടി വരണം എന്നുള്ളതാണ് പുതിയ ഭേദഗതിയിൽ വരുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം ഇപ്പോൾ ഈ ഭേദഗതിയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് സ്കൂളും കോളേജും ഹോസ്റ്റലുമൊക്കെ ഉള്ള ബിൽഡിങ്സ്, അത്തരത്തിലുള്ള ബിൽഡിങ്സിലെ ഫ്ലോർ ഏരിയ അനുസരിച്ചുള്ള കാർ പാർക്കിംഗ് വേണമെന്നാണ് നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ പറയുന്നത്. അതിലും ഇളവ് വരാൻ പോകുന്നു. മറ്റൊരു ഇളവ് വരാൻ ഉദ്ദേശിക്കുന്ന, ഭേദഗതിയിൽ കൊണ്ടുവരാൻ വരുന്ന മറ്റൊരു ഇളവ് എന്ന് പറയുന്നത് വിൽപ്പന. നമ്മളൊരു പ്ലോട്ട് വിൽക്കുന്നു, ഇല്ലെങ്കിൽ ദാനം ചെയ്യുന്നു, ഇല്ലെങ്കിൽ റോഡിന് വേണ്ടി വിട്ടുകൊടുക്കുന്നു, ഇനി അല്ലെങ്കിൽ അധികമായി നമ്മളൊരു ഭൂമി ആർജിച്ചെടുക്കുന്നു, ഈ പ്ലോട്ടിനോടനുബന്ധിച്ച് കെട്ടിടം വെക്കുന്ന പ്ലോട്ടിനോടനുബന്ധിച്ച് നമ്മൾ ആർജിച്ചെടുക്കുന്നു. അങ്ങനെ വന്നാൽ പ്ലോട്ടിൽ വ്യത്യാസം വരികയും തുടർന്ന് പെർമിറ്റ് റദ്ദാക്കുകയും ചെയ്യുകയാണ് ഇതുവരെ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ അങ്ങനെ ആണെങ്കിൽ ഇനി മുതൽ അങ്ങനെ ഒരു റദ്ദാക്കൽ ഉണ്ടാവുകയില്ല. KMBR ചട്ടങ്ങളൊക്കെ തന്നെ പാലിക്കുന്നുണ്ടെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായാലും പെർമിറ്റ് റദ്ദാക്കുകയില്ല, പെർമിറ്റ് അനുവദിക്കും. നിലവിൽ നൽകിയിട്ടുള്ള പെർമിറ്റ് അനുസരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാം, പക്ഷേ ബിൽഡിംഗ് റൂൾസിൻ്റെ ചട്ടലംഘനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ഭേദഗതി വരുന്നത് കെട്ടിട നിർമ്മാണത്തിൻ്റെ അനുവാദം 15 വർഷത്തേക്ക് ദീർഘിപ്പിക്കും. നേരത്തെ തന്നെ 5 ആയിരുന്നു, പിന്നെ 10 ആയി, ഇപ്പോൾ 10ൽ നിന്നും 15ലേക്ക് കെട്ടിട നിർമ്മാണ പെർമിറ്റിൻ്റെ കാലാവധി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് കണ്ടീഷൻസ് ഗവൺമെൻറ് ഓർഡർ ഇറങ്ങുന്ന മുറയ്ക്ക് അറിയാം. അപ്പോൾ തീർച്ചയായും നിങ്ങളുമായിട്ട് ഈ ചാനൽ പങ്കുവെക്കുന്നുണ്ട്. ഇനി ഒന്ന്, നമ്മുടെ പെർമിറ്റ് നിരസിച്ചു കഴിഞ്ഞാൽ ആ പെർമിറ്റ് നിരസിച്ചതിനെതിരെ ആയിട്ട് നമുക്ക് ജില്ലാതലത്തിലൊരു ഉദ്യോഗസ്ഥ സംവിധാനം വരുന്നു. അവർക്ക് നമുക്ക് അപ്പീൽ കൊടുക്കാം. അത് ഫസ്റ്റ് അപ്പലേറ്റ് അതോറിറ്റി ആയിരിക്കും. ആ അതോറിറ്റിയുടെ തീരുമാനത്തിന് വിധേയമായിരിക്കും. അല്ലാതെ സെക്രട്ടറി തലത്തിലുള്ള അപേക്ഷ നിരസിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു അപ്പീൽ കൊടുക്കാനുള്ള അവസരം കൂടി പുതിയ ഭേദഗതിയിൽ ഉണ്ടാകും. യഥാർത്ഥത്തിൽ ജില്ലാതലത്തിലുള്ള ഒരു സമിതി KMBR പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അനുസരിച്ചിട്ട് നേരത്തെ തന്നെ ഉണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി ആ ഭേദഗതിയിൽ പറയുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസിൽ ചില വ്യത്യാസം വന്നേക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഭേദഗതി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ഈ ചാനൽ നിങ്ങൾക്ക് വിവരിച്ച് തരികയും ചെയ്യാം. വേറൊരു അനുകൂലമായ മറ്റൊരു ഭേദഗതി എന്ന് പറഞ്ഞാൽ ചെറിയ പ്ലോട്ടുകാർക്ക്, ഈ വീട് വെക്കുന്നതിന് വേണ്ടി ചെറിയ പ്ലോട്ടുകാർക്ക് ഈ ബിൽഡിംഗ് റൂൾസൊക്കെ വളരെയധികം റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് ഇളവ് വരികയാണ്. ഇളവ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ജിയോ വന്നതിന് ശേഷം നിങ്ങളുമായി വിവരിക്കുന്നതാണ്. മറ്റൊന്ന്, ഗാലറി ഇല്ലാത്ത ടർഫുകളുടെ പാർക്കിങ്ങിനും ഇളവ് വരാൻ പോകുന്നു. ഇത്രയുമാണ് കെട്ടിട നിർമ്മാണ ചട്ടവുമായി വരാൻ പോകുന്ന ഇളവുകൾ. ആ ഇളവുകൾ ജിയോ വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും വിവരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളെങ്കിലും ഈ സമയത്തിനുള്ളിൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയയും കിട്ടില്ല. പക്ഷേ കുറച്ചുകൂടി വിശദമായി പറയേണ്ടതുണ്ട്. പക്ഷേ പല ആളുകളും പല സമയത്തും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഷോർട്ടാക്കണം എന്നുള്ളത്. ഇതൊക്കെ എങ്ങനെയാണ് ഷോർട്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യങ്ങൾ വേണമെങ്കിൽ ടാബ്ലറ്റ് രൂപത്തിൽ അവതരിപ്പിച്ച് നിങ്ങൾക്ക് തരാം. ആദിയും ഉണ്ടാവില്ല, അന്തവും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകാനാണ്? അതുകൊണ്ടാണ് കുറേയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ബിൽഡിംഗ് റൂൾസുമായിട്ട് ബന്ധപ്പെട്ട് ജിയോ ഇറങ്ങിയാൽ ഉടനെ അക്കാര്യം പറയാം. ഇനി ഈ പുതിയ ഇളവുകൾ മിനിസ്റ്റർ പ്രഖ്യാപിച്ചതനുസരിച്ച് ലൈസൻസിൻ്റെ കാര്യത്തിൽ, വ്യാപാരി വ്യവസായികളുടെ ലൈസൻസിൻ്റെ കാര്യത്തിൽ പുതിയ ഇളവ് വരുന്നു. അത് മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കാം. നന്ദി.